ഉടുമ്പൻചോലയിൽ ഞങ്ങൾ വ്യക്തമായ ഭൂരിപക്ഷം നേടി ജയിക്കും തന്നെയാണ് ഞങ്ങളുടെ നിലപാട്, ഞങ്ങളുടെ വിലയിരുത്തൽ. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്നാൽ 2021 തെരഞ്ഞെടുപ്പിൽ എം എം മണിക്ക് ലഭിച്ചത് 38,305 വോട്ടിന് ഭൂരിപക്ഷമാണ്. അന്ന് തന്നെ ഏതാനും 1000 വോട്ടുകൾ ഇടതുപക്ഷത്തിൻ്റെതല്ലാത്ത വോട്ടുകൾ മണിയാശാൻ ലഭിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ കണക്കാക്കുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ഉടുമ്പൻചോല അസംബ്ലി മണ്ഡലത്തിനകത്ത് വ്യക്തമായ രാഷ്ട്രീയ മേൽക്കൈയുണ്ട് എന്നതിന്റെ തെളിവാണ് 2001-ലും 2006-ലും 2011-ലുമായി 3 തവണ സഖാവ് ജയചന്ദ്രൻ ജയിച്ചത്. പിന്നെ 2016-ൽ എം എം മണി വന്നപ്പോ വലിയ വിവാദങ്ങളുടെ നടുവിലാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ പോലും 1109 വോട്ടിന് ജയിച്ച മണ്ഡലമാണ് ഉടുമ്പൻചോല. അന്നത്തെ ഉടുമ്പൻചോലയല്ല ഇന്നത്തെ ഉടുമ്പൻചോല. ജയചന്ദ്രൻ 2 തവണ പ്രതിപക്ഷ എം എൽ എയും 1 തവണ മാത്രമാണ് ഭരണകക്ഷി എം എൽ എയും ആയിരുന്നത്. അന്ന് എം എൽ എ ഫണ്ട് എന്ന് പറയുന്നത് 75 ലക്ഷം രൂപയാണ്. ഇന്ന് അത് 5 കോടിയാണ്. അതുപോലെ അതെല്ലാം ഉപയോഗിച്ച് അന്നത്തെ കാലത്ത് ചെയ്യാവുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇനിയിപ്പം അത് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നീട് ഒരു ഘട്ടത്തിൽ ആവശ്യമാണെങ്കിൽ പറയാം. എന്നാൽ മണിയാശാൻ വന്നു കഴിഞ്ഞ് അദ്ദേഹം ഭരണകക്ഷി എം എൽ എ ആയി, മന്ത്രിയായി, കിഫ്ബി വന്നു. 2017 മെയ് മാസത്തിലാണ് കിഫ്ബി ലോഞ്ച് ചെയ്യുന്നത്. കിഫ്ബി വന്നതോടുകൂടി വികസന പ്രവർത്തനങ്ങൾക്ക് നല്ലതുപോലെ പണം അനുവദിക്കാൻ തുടങ്ങി. അങ്ങനെ നടത്തിയ വികസന പ്രവർത്തനങ്ങളുണ്ട്. ഇതെല്ലാം മറന്നുകൊണ്ട് ജനങ്ങൾ LDF-നെ തോൽപ്പിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതുകൊണ്ട് വ്യക്തമായ ഭൂരിപക്ഷത്തിൽ LDF ഈ മണ്ഡലത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Presented by Santa Monica Study Abroad. പഠിക്കാമിനി അതിരുകളില്ലാതെ.